അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗമുണ്ടായി. ആ രോഗമുണ്ടായതിൽ പിശാചിന് പങ്കുണ്ട്. വീണ്ടും അദ്ദേഹം പറയുന്നു, പിശാചിന് എന്തോ ഒരു പങ്കുണ്ട്. ഞാൻ ചോദിക്കുന്നു, രോഗം കൊടുക്കുന്നവൻ അല്ലാഹു അല്ലേ? ആ രോഗം കൊടുക്കുന്നതിൽ പിശാചിന് പങ്കോ? അങ്ങനെ അല്ലാഹുവിന് പിശാച് പങ്കുകാരനാണെന്ന് വിശ്വസിച്ചാൽ അതല്ലേ സഹോദരന്മാരെ, യദഊന ഇല്ലാ ശൈത്താനം മരീദാ, അല്ലേ ശൈത്താനിനെ ആരാധിക്കുന്നവരെന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ചല്ലേ? ഇനി ഞാൻ നിങ്ങൾക്കത് കേൾപ്പിക്കുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ രോഗങ്ങളുണ്ടായി. കുറെ കാലത്തോളം കഷ്ടപ്പെട്ട്, വർഷങ്ങളോളം അദ്ദേഹം കഷ്ടപ്പെട്ട് സഹിയായ ഹദീസിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൽ പിശാചിന് എന്തോ പങ്കുണ്ട്. അദ്ദേഹത്തിന് രോഗം വരുത്തിയതിൽ പിശാചിന് എന്തോ പങ്കുണ്ട്. പിശാചിന് എന്തോ പങ്കുണ്ട് എന്നാ പറയും. അപ്പൊ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗം വരുത്തിയതിൽ പിശാചിന് എന്തോ പങ്ക്. അതാണ് ഇപ്പൊ തെളിവ്. പിശാചിന് എന്തോ പങ്കുണ്ട് രോഗം വരുത്തിയതിൽ, അതുകൊണ്ട് ശിർക്കായി. പൊട്ട പോയത്തല്ലേ ഇയാൾ പറഞ്ഞത്? രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ രോഗം പലതിലൂടെയാണ് നമുക്ക് രോഗമുണ്ടാകാറുള്ളത്. ചിലപ്പോ ബാക്ടീരിയ കൊണ്ടായിരിക്കും, ചിലപ്പോ വെള്ളത്തിൽ നിന്നായിരിക്കും, ചിലപ്പോ ഒരു ഡോക്ടർ മരുന്ന് മാറി തന്നത് കൊണ്ടായിരിക്കും. പലതുകൊണ്ടും നമുക്ക് രോഗം ഉണ്ടാകാറുണ്ട്. നമ്മുടെ തെറ്റായ ജീവിത രീതികൾ പലപ്പോഴും നമ്മുടെ രോഗത്തിലേക്ക് നയിക്കാറുണ്ട്. അങ്ങനെ രോഗത്തിനുള്ള ഭൗതികമായ പല കാരണങ്ങളുമുണ്ട്. ആ കൂട്ടത്തിലൊരു കാരണമാണ് ശൈത്താൻ എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് ചെയ്യലായി, പങ്കാളിയാക്കലായി. മലയാളത്തിലൊരു പ്രയോഗം മാത്രമാണത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എയ്ഡ്സ് പരത്തുന്നതിൽ വൈറസിന് പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്നാലോ കണ്ടോ എയ്ഡ്സ് എന്നുള്ള രോഗം അല്ല ഉണ്ടാക്കണല്ലേ, വൈറസിനെ പങ്കാളിയാക്കിയില്ലേ. ചിക്കൻ കുനിയ പരത്തുന്നതിൽ കൊതുകിന് പങ്കുണ്ട് എന്ന് പറഞ്ഞ കണ്ടോ, ചിക്കൻ കുനിയ എന്നുള്ള രോഗം അല്ല ഉണ്ടാക്കണ രോഗല്ലേ, അതിപ്പോ കൊതുവിനെ അള്ളാഹുവിൽ പങ്കാളിയാക്കിയില്ലേ. ആരെങ്കിലും പറയോ? പൊട്ടന്മാരല്ലാതെ. അപ്പൊ ബാക്ടീരിയക്ക് പങ്കുണ്ട്, വൈറസിന് പങ്കുണ്ട്, കൊതുകിന് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ രോഗമുണ്ടാക്കുന്നവൻ അല്ലാഹുവാണ് എന്ന തത്വത്തിൽ പങ്കു ചേർത്തു വന്ന് ഈ പൊട്ടന്മാര് പറഞ്ഞു നടക്കണം. ഇതാണിപ്പോ മൂപ്പരുടെ പ്രസംഗത്തിന്റെ സൂപ്പർ ക്ലിപ്പ്. അതിന്റെ കഥയപ്പത്. ഞാൻ ചോദിക്കട്ടെ, ചേകനൂരിന്റെ മരണത്തിൽ കാന്തപുരത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞു. കണ്ടോ, മരിപ്പിക്കൽ അള്ളാന്റെ കൈവപ്പെട്ടതല്ലേ, അതിൽ കാന്തപുരത്തിന് പങ്കാളിയാക്കിയില്ല ഇയാള് എന്നാരെങ്കിലും പറയോ? ഏപ്പിക്കാരുടെ മദ്രസ നടത്തൽ ഈക്കക്കാർക്ക് പങ്കുണ്ട്, ഈക്കക്കാരുടെ മദ്രസ കത്തിച്ചതിൽ ഏപ്പിക്കാർക്ക് പങ്കുണ്ട്, പേരോട് പേച്ചു പോയതിൽ പിശാചിന് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പങ്കാളിയാക്കലാവോ? ഖൈറും ഷെറും ഒക്കെ അള്ളാഹുവിൽ നിന്നല്ലേ? വഴി വേപ്പിക്കുന്നവൻ പടച്ചോനല്ലേ? എന്നിട്ട് കണ്ടോ പിശാചിലേക്ക് ചേർത്തി പറഞ്ഞില്ലേ. എന്തൊരു പൊട്ട പോയത്തമാണ്. യഥാർത്ഥത്തിൽ മടവൂരികൾ ഛർദിച്ചതെന്തോ അതങ്ങനെ തന്നെ വായി തൊടാതെ വിഴുങ്ങിയത് കൊണ്ടാണ് പേരോട് ഈ തരത്തിലുള്ള അബദ്ധത്തിൽ ചെന്നുപെട്ടത് എന്ന് പേരോട് നീ കൂട്ടരെ ഞാൻ ഓർമ്മ